ഇല്ലാതെ സിദ്ധു അങ്ങനെ ദേഷ്യപ്പെടത്തില്ല. ചായക്കകത്ത് എന്തോ ഒരു മധുരമാ, പാട്ട് കാണത്തില്ലല്ലോ ഇത്ര മധുരം. ഇതുപോലത്തെ തമാശ എങ്ങനെ എടുത്തോണ്ട് എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ. ഹലോ കൈസ്, അങ്ങനെ നമ്മുടെ ഉപ്പും മുളകൻ്റെ പൊന്നോ, നമ്മുടെ സിദ്ധാർത്ഥം തോണ്ടാറ് കലിപ്പ്. സിദ്ധുവിന്റെ ഇത്രയും കലിപ്പ് നമ്മൾ ഇതേവരെ കണ്ടിട്ടില്ല കേട്ടോ കൂട്ടുകാരെ. ഭയങ്കര തലയ്ക്ക് ഇങ്ങനെ പെരിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നു. അപ്പൊ നമ്മുടെ സിദ്ധുവിനെ കണ്ടിട്ട് എല്ലാവരും, നമ്മുടെ പാറക്കുട്ടിയും ഭവാനിയമ്മയൊക്കെ പറയുന്നുണ്ട്, ലച്ചു ചേച്ചി എന്തെങ്കിലും പറഞ്ഞു കാണും, അതാ സിദ്ധുവിന് ഇത്ര ദേഷ്യം, അല്ലെങ്കിൽ സിദ്ധു ഇങ്ങനെ ദേഷ്യപ്പെടുന്നില്ല, സിദ്ധു പാവമല്ലേ എന്നൊക്കെ നമ്മുടെ ഭവാനിയമ്മയും പാറക്കുട്ടിയൊക്കെ പറയുന്നുണ്ടേ. അപ്പൊ എല്ലാവരും ഭയങ്കര ഞെട്ടി നിൽക്കുക സിദ്ധുവിന്റെ ഈ ഒരു മാറ്റത്തിലെ. സിദ്ധുവിന് നമ്മുടെ ലച്ചു ചായ ഉണ്ടാക്കി കൊടുക്കുമ്പോ എന്തൊരു മധുര ഇത് എന്നും പറഞ്ഞ ചായ ഗ്ലാസ് വെപ്പാടെ വലിച്ചെറിഞ്ഞ ഗ്ലാസ് ചിഹ്നം ഭിന്നമായി പോകുക. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ കേശുവും ലച്ചുവും കൂടെ ഭയങ്കര ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നുണ്ടേ. സിദ്ധുവിന്റെ ഇങ്ങനെ ഒരു ദേഷ്യം ആരും കണ്ടിട്ടില്ലല്ലോ. പിന്നെ നമ്മുടെ പാറക്കുട്ടിയോ ഭവാനിയമ്മ ഒക്കെ എന്ത് ചോദിക്കാൻ ചെന്നാലും കടിച്ചു കീറണ ദേഷ്യം കേട്ടോ. ലാസ്റ്റ് കനകാന്റി നമ്മുടെ സിദ്ധുവിനെ സോപ്പിടാൻ വേണ്ടി സാമ്പാർ വേണോ, ദോശ വേണോ, അത് വേണോ, ഇത് വേണോ എന്നൊക്കെ ചോദിച്ച് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ കനകാന്റിക്കും കൊടുക്കുന്നുണ്ട്. എന്റെ അടുത്ത് ഇമ്മാതിരി ചോദ്യം കൊണ്ട് വന്നാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കനകാന്റിക്കും കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ സിദ്ധു ഒളിയൻ അവിടെ ഇരിക്കുന്ന ഡൈനിങ് ടേബിളിലെ കസേരയൊക്കെ ഇങ്ങനെ പൊക്കി എറിയാൻ പോകുന്ന പോലെയൊക്കെ ആക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് ഇവരെല്ലാവരും പാറമട വീട്ടിലെ എല്ലാവരും ഒന്നടങ്കം ഞെട്ടി വിറച്ചു നിൽക്കുന്ന ഒരു രംഗങ്ങളാട്ടോ കൂട്ടുകാരെ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിച്ചത്. സിദ്ധുവിന് എന്തായിരിക്കും പറ്റിയിട്ടുണ്ടാകുക? നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം. എനിക്ക് തോന്നുന്നു സിദ്ധുവിന് തിരിച്ച് ഗൾഫിൽ പോകാൻ ടൈമായി, അതിന്റെ ഒരു സങ്കടമാണോ ഈ ഒരു ദേഷ്യമായിട്ട് പുറത്ത് കാണിക്കുന്നത്? ഒരു ഐഡിയ ഇല്ല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നതെന്ന് കമന്റ് ചെയ്തേക്കണേ. കാത്തിരിക്കാം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.